നമസ്കാരം. ഞാൻ ജിഷാദ് ബക്കർ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ലോകത്തിലെ എല്ലാ ആളുകളും എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ് വിജയവും പരാജയവും. നമുക്ക് ജീവിതത്തിൽ പല ആളുകളെയും നമുക്ക് പരിചയപ്പെടാൻ നമുക്ക് സാധിക്കും. പലർ വിജയിച്ച ആളുകളാണ്, പലരും പരാജയപ്പെട്ട ആളുകളാണ്. സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ്, ഈ രണ്ട് കാര്യങ്ങൾ ലോകത്തിൽ ഒരുപാട് പേര് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബിസിനസ് ലോകത്തേക്ക് വരികയും അവിടെ എൻ്റെതായിട്ടുള്ള രീതിയിൽ ചില അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഈ ഒരു രണ്ട് വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന വളരെ വ്യക്തമായ ചില വസ്തുതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ചില ബേസിക് ആയിട്ടുള്ള ചില ഹാബിറ്റ്സുകൾ ഉണ്ടാവും. അതേസമയം ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും ഈ ഹാബിറ്റുകൾ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പ്രത്യേകതകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ന് ലോകത്തെ സക്സസ്ഫുൾ ആവുന്ന ആളുകൾ, അത് ഏത് മേഖലയിലാണെങ്കിലും, അവരെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അവർ ശരീരത്തിന്റെ 10% മാത്രം ഉപയോഗിക്കുന്ന ആളുകളാണ്. അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ലോകത്ത് സക്സസ്ഫുൾ ആവുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഭാരതത്തില് 90% സമ്പത്തും ഇരിക്കുന്നത് 10% ആളുകളുടെ കയ്യിലാണ്. അതേസമയം വെറും 10% ആളുകൾ 90% സമ്പത്തും വീതം വെച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ ഈ 90% സമ്പത്തും 10% ആളുകളുടെ കയ്യിൽ എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഈ 10% ആളുകൾ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഒരു ഹാർഡ് വർക്കിലൂടെയാണോ സ്മാർട്ട് വർക്കിലാണോ? അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ 10% ആയിട്ടുള്ള ആളുകൾ, ദേ ആർ യൂസിങ് ദെയർ മെന്റൽ പവർ. അവരുടെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ അവരുണ്ടാക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ദേ ആർ യൂസിങ് ദ 10% ഓഫ് ദെയർ ബോഡി. വെറും 10% അവർ ഉപയോഗിക്കുന്നു അവരുടെ ശരീരത്തിന്റെ, പക്ഷെ അവരുടെ കയ്യിലാണ് 90% വെൽത്ത് വരുന്നത്. വെൽത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു മണി. അതിൽ പണമുണ്ട്, സമയമുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് വെൽത്ത് ഉണ്ടാക്കുന്നത്. സോ വെൽത്ത് ഉണ്ടാക്കുന്ന ആളുകൾ എല്ലാവരും മെന്റൽ എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ്. സോ ഇഫ് യു വാണ്ട് ടു സക്സസ് ഇൻ യുവർ ലൈഫ്, ഡു സം മെന്റൽ എക്സസൈസ് എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ഒരു മെന്റൽ എക്സസൈസിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ലോകത്ത് 10% വരുന്ന വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും മെന്റൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. സോ എല്ലാ ദിവസവും നിങ്ങൾ ഇതിനു വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ദെൻ വാട്ട് ഈസ് മെന്റൽ എക്സസൈസ്? എന്താണ് മെന്റൽ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. സക്സസ്ഫുൾ ആവുന്ന ആളുകളുടെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും അവർ അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് വളരെ ബോധവാന്മാരാണ്. ആൻഡ് ദേ ഹാവ് ദ ക്ലാരിറ്റി. അവർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ അതിനെക്കുറിച്ച് ഉണ്ടാവും. സോ എവറി ഡേ നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ, കുറെ കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു സക്സസ് ഇൻ യുവർ ലൈഫ്, യു ലിവ് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. സോ എവറി ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, യുവർ മൈൻഡ് വിൽ റീഡ് ദാറ്റ് യു വാണ്ട് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഓർ സംതിങ്. നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഓഫ് കോഴ്സ് നിങ്ങളുടെ മൈൻഡ് അതിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ദേ ആർ വെരി ഡിസിപ്ലിൻഡ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ദെൻ സക്സസ് ഓൾവേസ് വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ഡിസിപ്ലിൻ പ്ലസ് പ്രാക്ടീസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സക്സസ്. സോ പ്രാക്ടീസും ഡിസിപ്ലിനും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ, അത് ഏത് മേഖലയിലാണെങ്കിലും ശരി. സോ എനിക്ക് പറയാനുള്ളത്, എവറി ഡേ നമ്മൾ കുറച്ച് സമയം നമ്മളുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന ടാർഗറ്റുകളിൽ നമുക്ക് കുറച്ച് നേരമെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് വൈ വി കോൾഡ് മെന്റൽ എക്സസൈസ്. അതിനെയാണ് ഞാൻ മെന്റൽ എക്സസൈസ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു വലിയ മാറ്റം, ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ബിസിനസ്സിനെ, നമ്മൾ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. സോ മെന്റൽ എക്സസൈസ്, ഓഫ് കോഴ്സ് മെന്റൽ ഹെൽത്ത്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. മെന്റൽ എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മെന്റൽ ഹെൽത്ത് നമുക്ക് ഉണ്ടാവുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇല്ല എന്നുള്ളതാണ്. വി ഓൾവേസ് ഫോക്കസ് ഓൺ ഫിസിക്കൽ ഹെൽത്ത്. ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ബട്ട് വി ലീസ് ബോതേഡ് അബൌട്ട് മെന്റൽ ഹെൽത്ത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത് ശരിക്കും ആരോഗ്യകരമായ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഒരു നല്ല രാജ്യത്തെ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.